ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ചവ്വരി കൊണ്ട് നല്ല മധുരമുള്ളൊരു ഐറ്റം തയ്യാറാക്കാം. ചവ്വരി കൊണ്ട് നമ്മൾ സാധാരണ പായസമൊക്കെ തയ്യാറാക്കാറാണ് പതിവ്. എന്നാൽ ഒരു വട്ടം ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കൂ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതിനായിട്ട് ഒരു കപ്പ് ചവ്വരി എടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ കഴുകി ഇതൊന്ന് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഈ ചവ്വരി നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടണം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുതിർത്തി വെച്ച ചവ്വരി ഈ വെള്ളത്തോടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മിക്സി മൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കണം. അതിനായിട്ട് 250 ഗ്രാം ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ശർക്കര നല്ലതുപോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇത് മാറ്റി വെക്കാം. അടുത്തതായിട്ടൊരു പാൻ വെച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് 3 ടീസ്പൂണോളം പഞ്ചസാര ഇട്ടൊന്ന് ക്യാരമൽ ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ ഇപ്പം മെൽറ്റായിട്ട് ഈ ഒരു കളറാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാര ക്യാരമൽ ചെയ്ത് തയ്യാറാക്കുമ്പോൾ ഇതിന് നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. ഇനി ഇതൊരു തിള വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി ഒന്ന് കുറുകി വരണം. ഇതിലേക്ക് ഇനി കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം ഞാനൊരു 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കുറച്ച് നട്ട്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വെള്ളമുള്ളുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കാം. എൻ്റെ കൈ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പാനിൽ നിന്ന് നല്ലതുപോലെ ഒന്ന് വിട്ട് വരുന്നത് വരെ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ഒരു 1/2 ടീസ്പൂണോളം നെയ്യും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്തതിന് ശേഷം ഒന്നും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിപ്പോൾ പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവായിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനൊരു കേക്ക് ടിന്നിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. കേക്ക് ടിന്നൊഴിച്ച് ഇതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഇനി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഇതൊന്നും കൂടെ തണുപ്പിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്തിടിക്കുകയാണെങ്കിൽ പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും വളരെ എളുപ്പമായിരിക്കും. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടമാവും. അപ്പോൾ ചവ്വരി കൊണ്ടുള്ള ഈ റെസിപ്പി തയ്യാറാക്കി നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.